നല്ല അഭിപ്രായം തന്നെയാണ്. ആദ്യം ഇട്ടപ്പോൾ പൊടി പൊടിയായിട്ടാണ് വന്നത്, അപ്പോൾ ആകെ ടെൻഷനായി. പിന്നെ ഗ്രേവി ആയിട്ട് വന്നപ്പോൾ ആ ടെൻഷൻ്റെ ഇരട്ടി സന്തോഷമായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ സാറാസിൻ്റെ ട്രയൽ യൂണിറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മസാലയ്ക്കുള്ള ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. ട്രയൽ നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാളും ഒരുപാട് ഈസിയാണ്. സാറ് എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ചെയ്യാറ് സാധാരണ? ഞാൻ തേങ്ങ വറുത്തരച്ച കറി പേസ്റ്റാണ്, റെഡി ടു കുക്ക് കറി പേസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യണേക്കാൾ ഇതിലിട്ട് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. യെസ്. എന്തൊക്കെയാണ് നല്ലതായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഒന്നുകൊണ്ട് മാൻ പവർ കുറവ് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഉരുളിയിലിട്ട് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ മാൻ പവർ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കുറച്ച് എളുപ്പം തന്നെ നമുക്ക് ഏറ്റവും മാൻ പവർ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ബിസിനസിൻ്റെ അത്യധികമായ ലക്ഷ്യം. ട്രയൽ നോക്കിയെടുത്തോളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ന് മേടിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ കറി പേസ്റ്റ് ഉണ്ട്, കടല കറി പേസ്റ്റ് ഉണ്ട്, പിന്നെ ഫിഷ് കറി പേസ്റ്റ്, ചിക്കൻ കറി പേസ്റ്റ്, മീറ്റ് കറി പേസ്റ്റ്, 5 ഐറ്റം ഉള്ളത്. അരച്ചതും വറുത്തതും ഒക്കെ വീട്ടിലുണ്ടാക്കുന്നേക്കാൾ കൂടുതൽ സൗകര്യം സുഖമായിട്ടുണ്ട്. അമ്മയ്ക്ക് മൊത്തത്തിൽ ടെൻഷനായിരുന്നു അവിടെ? ടെൻഷൻ ഉണ്ടായിരുന്നു, വറക്കണേല് ടെൻഷൻ ഉണ്ടായില്ല, ഇതിൽ അരവിലായിരുന്നു അല്ല, ടെൻഷൻ. നമ്മൾ പൊതുവേ നമ്മുടെ ഉരുളിയിൽ വറക്കുമ്പോൾ ഒരു അടിപിടുത്തം ഉണ്ടാവാറുണ്ടല്ലോ. തേങ്ങ അതായത് പാലെടുത്തിട്ട് സാധാരണ ആൾക്കാർ വറക്കല് ഇപ്പോ, അപ്പൊ പാലെടുക്കാണ്ടാണല്ലോ നമ്മൾ വറുത്ത, സാധാരണ ഗതിക്ക് അത് അടിപിടിക്കും. അപ്പൊ അത് അമ്മ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമായിട്ടോ. ഞങ്ങളുടെ കമ്പനി പേര് അറിയോ അമ്മയ്ക്ക്? സാറാസിൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.